നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് എങ്ങനെയാണ് കൃത്യം ഈ വീഡിയോ സെലക്ട് ചെയ്ത് അതിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം നടക്കുന്നത്? ഒരു ഗ്ലിച്ച് പോലും സംഭവിക്കാതെ. ഒരുപക്ഷെ എൻ്റെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഏകദേശം മിനിറ്റുകളോ മണിക്കൂറുകളോ ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിലേക്ക് ചിലപ്പോൾ അത് എത്തിച്ചേരുക. അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ആവശ്യാനുസരണം അത് നമ്മളുടെ ഫോണുകളിലേക്ക് സ്ട്രീം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കിട്ടുന്നതിന് വേണ്ടി നമുക്കൊരു സിമ്മുണ്ട്. ആ സിമ്മ് നമ്മൾ റീചാർജ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും കൃത്യമായിട്ട് ഡാറ്റ കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടി 3Gയോ 4Gയോ 5Gയോ ഒക്കെയുള്ള മൊബൈൽ ഫോണും ഡാറ്റ കണക്ഷനും അത് സപ്പോർട്ട് ചെയ്യുന്ന ടവറുകളുടെ ഏരിയയ്ക്ക് അടുത്ത് നിൽക്കണം എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നൊരു ചോദ്യമാണ്, ഈ മൊബൈൽ ഫോണിൽ ഡാറ്റ വരുന്നത് സത്യത്തിൽ ലോകത്തെല്ലായിടത്തും ഒരുപോലെയാണോ സംഭവിക്കുന്നത്? അമേരിക്കയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന യൂട്യൂബിൻ്റെ ഡാറ്റാ സെൻറ്ററിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ നിന്നോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് സ്ട്രീം ചെയ്ത് വരികയാണെങ്കിൽ അത് അവിടെ നിന്ന് വയർലെസ് ആയിട്ടാണോ വരുന്നത്, സാറ്റലൈറ്റ് വഴിയാണോ വരുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗ്ഗം വഴിയാണോ എത്തുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഉരുത്തിരിയാൻ സാധ്യതയുള്ളതാണ്. മനുഷ്യൻ പണ്ടുകാലം മുതൽക്ക് തന്നെ വിവരങ്ങൾ കൈമാറിയിരുന്നു എന്നുള്ളത് വളരെ വാസ്തവമുള്ള കാര്യമാണ്. കുതിരപ്പുറത്ത് പോയിരുന്ന ആളുകൾ ലെറ്റർ കൊണ്ട് കൊടുത്തിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ഇമെയിൽ എത്തുന്നത് വരെയുള്ള കാലഘട്ടം നോക്കിയാൽ അതൊരു 300 വർഷത്തിനകത്ത്, പിന്നെ കുറച്ചുകൂടി നോക്കിയാൽ 150 വർഷത്തിനകത്തൊക്കെ തന്നെയാണ് സാങ്കേതിക വിദ്യയിലെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉദാഹരണത്തിന് ബ്രിട്ടീഷുകാർ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാങ്കേതിക വിദ്യയായിരുന്നു ടെലിഗ്രാഫ് എന്ന് പറയുന്ന മെത്തേഡ്. അതായത് സാധാരണഗതിയിൽ കപ്പലിനും മറ്റും ലെറ്ററുകൾ കൊണ്ടുവന്ന് ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കണമെങ്കിൽ എത്ര ദിവസം എടുക്കും? അത് വളരെയധികം സമയം എടുക്കുന്ന കാര്യമാണ്. അതേസമയം ഏതെങ്കിലും കേബിളിലൂടെ ഇലക്ട്രിസിറ്റി സെൻഡ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇലക്ട്രിസിറ്റിയിൽ ഇൻഫർമേഷനുകൾ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു സംവിധാനമായിരുന്നു മോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ഈ മോഴ്സ് കോഡിൻ്റെ സഹായത്തോടു കൂടി ടാപ്പ് 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 ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള 2 സിഗ്നലുകളെ പല രീതിയിൽ ക്രോഡീകരിച്ചുകൊണ്ട് ഇൻഫർമേഷനുകൾ പാസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ വെച്ചുകൊണ്ട് ഒരാൾ കേട്ടിരുന്നിട്ട് ഈ ഒരു സിഗ്നലിനെ വിവർത്തനം ചെയ്ത് ലെറ്ററാക്കി മാറ്റിയാണ് പണ്ട് കാലത്ത് ഇൻഫർമേഷൻ പാസ് ചെയ്തിരുന്നത്. ഇത് ആക്ച്വലി ട്രാൻസ് അറ്റ്ലാന്റിക് കണക്ഷൻ എന്നുള്ള രീതിയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ അമേരിക്കകളെയും യൂറോപ്പിനെയും കണക്ട് ചെയ്തുകൊണ്ടും പിന്നീട് ആഫ്രിക്കയെയും ഏഷ്യയെയും കണക്ട് ചെയ്തുകൊണ്ടും ഒക്കെ തന്നെ കടലിനടിയിലൂടെ വൻതോതിൽ കേബിളുകൾ ഇടാൻ തുടങ്ങി. ഈ കേബിളുകളുടെ സഹായത്തോടു കൂടിയാണ് സത്യത്തിൽ അന്ന് ബ്രിട്ടീഷ് എംപയർ അവരുടെ പല കോളനി രാജ്യങ്ങളുമായിട്ടും ഇൻഫർമേഷനുകൾ പാസ് ചെയ്തിരുന്നത്. ടെലിഗ്രാഫ് സാങ്കേതിക വിദ്യ വളരെ കാലം നിലനിന്നിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് 2 ലോകമഹായുദ്ധങ്ങളെ വിറ്റ്നസ് ചെയ്യുകയും ഈ 2 ലോകമഹായുദ്ധത്തിലും ജർമ്മനിയൊക്കെ തന്നെ എങ്ങനെയാണ് പലതരത്തിലുള്ള രാജ്യങ്ങളുമായി കണക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇത് ഹാക്ക് ചെയ്യുന്ന മെത്തേഡും ഇത് കട്ട് ചെയ്ത് കളയുന്ന മെത്തേഡും ഒക്കെ ഉണ്ടായിരുന്നു. 1-ാം ലോക മഹായുദ്ധ സമയത്ത് മെക്സിക്കോയുമായിട്ട് കരാറുണ്ടാക്കാൻ ജർമ്മനി ഒരു ശ്രമം നടത്തിയതും അത് യൂറോപ്യൻ രാജ്യങ്ങൾ തകർത്തതിന് ശേഷം അമേരിക്കയെ യുദ്ധത്തിലേക്ക് ക്ഷണിച്ചതും 2-ാം ലോക മഹായുദ്ധത്തിൽ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ കേബിളുകൾ സഖ്യകക്ഷികൾ വെട്ടിക്കളഞ്ഞതിൻ്റെ ഫലമായി ജർമ്മനിക്ക് റേഡിയോ ട്രാൻസ്മിഷനുകൾ റിലേ ചെയ്യേണ്ട ആവശ്യകത ഉണ്ടായതും തുടങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കോൾഡ് വാറിൻ്റെ സമയത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നടന്ന മത്സരത്തിൻ്റെ സമയത്ത് പോലും സോവിയറ്റ് യൂണിയൻ എന്താണ് പറയുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേക തരത്തിലുള്ള മിഷൻ്റെ സഹായത്തോടു കൂടി അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ കേബിളുകളെ ഹാക്ക് ചെയ്യുന്ന അമേരിക്കൻ വെസൽസ് വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. എന്നാൽ 1980കളിൽ ഒരു അത്ഭുതം സംഭവിച്ചു. നരേന്ദ്ര സിംഗ് കബേനി എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ കണ്ടെത്തിയ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകളുടെ സാങ്കേതിക വിദ്യ ലോകമാസകലം അഡാപ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു. എന്നാൽ ഈ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ എന്ന് പറയുന്ന മെത്തേഡിലേക്ക് നേരിട്ട് ടെലിഗ്രാഫ് സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തതല്ല. ഇതിനിടയിൽ കമ്മ്യൂണിക്കേഷൻ കേബിളുകൾ വയറിൻ്റെ രൂപത്തിലുണ്ടായിരുന്നു. നമ്മുടെ പഴയ ലാൻഡ് ഫോണുകളിലേക്ക് കണക്ട് ചെയ്യുന്ന വയറുകളില്ലേ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സിഗ്നലുകൾ എത്തുന്ന വയറുകളില്ലേ, അത്തരത്തിലുള്ള വയറുകൾ കടലിനടിയിലൂടെ ഇട്ടതിന് ശേഷമൊക്കെ തന്നെ കമ്മ്യൂണിക്കേഷൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ വന്നപ്പോൾ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ എളുപ്പമായി മാറി. കമ്പികളിലൂടെ, പ്രത്യേകിച്ച് ചെമ്പ് കമ്പികളിലൂടെ ഇലക്ട്രിക്കൽ സിഗ്നലുകൾ അയക്കുന്നതിന് പകരം പ്രകാശവേഗത്തിൽ പ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി വയറുകളെ സജ്ജീകരിച്ചുകൊണ്ട് സിഗ്നലുകൾ അയക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡ് എത്തുകയും ലോകത്താകമാനമുള്ള ആളുകളെയും കണക്ട് ചെയ്യാൻ കഴിയുന്ന ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ ലോകമാസകലം എത്തി. നിങ്ങൾ ഈ കാണുന്നത് ഇത്തരത്തിൽ സമുദ്രത്തിലൂടെ പല രാജ്യങ്ങളെയും പല ഭൂഖണ്ഡങ്ങളെയും കണക്ട് ചെയ്തിരിക്കുന്ന ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകളെ മാപ്പ് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റിൻ്റെ ചിത്രമാണ്. ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും കേബിളുകൾ എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇതിൽ ഏറ്റവും രസകരവും ഏറ്റവും ഇൻട്രസ്റ്റിങ്ങുമായിട്ടുള്ള കാര്യം കടലിലൂടെ ഇത് എങ്ങനെ പാസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അണ്ടർ വാട്ടർ ഡാറ്റ കേബിൾസ് ഓർ അണ്ടർ വാട്ടർ ഫൈബർ കേബിൾസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി നിങ്ങളോട് വിശദമായി സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകളുടെ പ്രത്യേകതയെക്കുറിച്ച് പറയേണ്ടതുണ്ട്. സാധാരണ ഒരു വയറിലൂടെ സിഗ്നൽ അയക്കാൻ എളുപ്പമാണ്. അത് വൈദ്യുതിയുടെ രൂപത്തിലാണ് സഞ്ചരിക്കുക.
അത് നമ്മുടെ റേഡിയോ പ്രവർത്തിക്കുന്നതും ടി വി പ്രവർത്തിക്കുന്നതും ഡിഷ് ആൻറ്റിനയിൽ നിന്ന് ടി വിയിലേക്ക് സിഗ്നൽ എത്തുന്നതും ഒക്കെ തന്നെ നമുക്ക് വയറുകളുടെ സഹായത്തോടു കൂടി സംഭവിക്കുന്നതാണ് എന്ന് പറയാം. സോ അത് ഇലക്ട്രിക് സിഗ്നലുകളുടെ സഹായമാണ്. എന്നാൽ ഈ ഇലക്ട്രിക് സിഗ്നലുകളെ പ്രകാശ സിഗ്നലുകളാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതെങ്ങനെ സഞ്ചരിക്കും എന്നുള്ള ചിന്തയാണ് ആക്ച്വലി ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിൻ്റെ ഫസ്റ്റ് ഒരു ഫേസ്. എന്നാൽ സെക്കൻഡ് ഫേസ് അതിനെക്കാട്ടിയും കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ ഒരു പ്രകാശത്തെ എങ്ങനെ ഒരു വയറിലൂടെ കടത്തിവിടും? ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ LED ബൾബുകളെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. LED ബൾബ് ബേസിക്കലി എന്താണ് ചെയ്യുന്നത്? വൈദ്യുതിയെ പ്രകാശമാക്കി മാറ്റുന്നു. ഈ പ്രകാശം പലതരത്തിൽ മിന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചില സൂചനകൾ കിട്ടും, ഇല്ലേ? നമ്മൾ കാറിലൊക്കെ പോകുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ തന്നെ കുറുക്ക് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ കിടന്ന് നമ്മൾ കാർ ഡിം അടിക്കുകയും ബ്രൈറ്റ് അടിക്കുകയും ചെയ്യാറുണ്ട്. അതിനൊരു പാറ്റേൺ ആയിട്ട് ആലോചിച്ച് നോക്കൂ. 2 ഡിം 2 ബ്രൈറ്റ്. അത് പറയുകയാണ് നമുക്ക് വഴി തരൂ എന്നുള്ള അർത്ഥമാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെ വരുമ്പോൾ ആ ഒരു ലൈറ്റ് സിഗ്നൽ നമുക്കൊരു മെസ്സേജായിട്ട് ഡീകോഡ് ചെയ്യാൻ പറ്റും. ഞാനീ പറഞ്ഞ LED ബൾബുകളിലൂടെ വരുന്ന പ്രകാശത്തിന് കൊടുക്കുന്ന വൈദ്യുതിയിലുണ്ടാകുന്ന ഇലക്ട്രിക് പൾസുകളെ വേരി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ ആ LED ബ്ലിങ്ക് ചെയ്യും. നമുക്ക് കാണാൻ കഴിയില്ല എങ്കിലും എക്യുപ്മെൻറ്റുകൾക്ക് അത് പിടിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ ഇത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്ത LED ട്രാൻസ്മിറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നലുകളെ, അതായത് 0, 1 എന്ന് പറയുന്നതാണ് സിഗ്നലുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓൺ ഓഫ് എന്ന് പറയുന്ന പോലെ ഇലക്ട്രിസിറ്റിയിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷനുകളാണ്. ഈ ഇലക്ട്രിക് ഫ്ലക്ച്വേഷനുകളെ നമ്മൾ പ്രകാശ തരംഗങ്ങളാക്കി LEDയുടെ സഹായത്തോടു കൂടി മാറ്റുന്നു. ഇതോടുകൂടി ഒരു പ്രകാശ രശ്മിക്കകത്ത് നമുക്ക് 10,000 GB ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ പ്രകാശമാക്കി മാറ്റി ഇനി വേറൊരു സൈഡിൽ ഈ പ്രകാശത്തെ സ്വീകരിച്ചിട്ട് ഈ പ്രകാശത്തിൻ്റെ വേരിയേഷനുകൾ മനസ്സിലാക്കി അതിനെ തിരിച്ച് ഇലക്ട്രിക് സിഗ്നലുകളാക്കാൻ കഴിയുന്ന ഡിറ്റക്ടറുകൾ ആവശ്യമുണ്ട്, ഫോട്ടോ ഡിറ്റക്ടറുകൾ. അത് നമ്മൾ കണ്ടെത്തി. ഓക്കെ, സ്റ്റാർട്ടിംഗ് പോയിൻ്റായി എൻഡിങ് പോയിൻ്റായി സിഗ്നലിനെ പ്രകാശമാക്കുന്നു. അതിനെ ലോങ് ഡിസ്റ്റൻസിലേക്ക് അയച്ചാൽ ഓക്കെ ഫൈൻ, അതിനെ റിസീവ് ചെയ്തിട്ട് തിരിച്ച് ഞങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എന്താണ്? ഇത്രയും കോടിക്കണക്കിന് കിലോമീറ്റർ എങ്ങനെ ഫൈബർ കേബിളുകൾക്കകത്ത് പ്രകാശം കടത്തിവിടും എന്നൊരു ചോദ്യമാണ് കടന്നു വന്നത്. ഒന്നാമത്തെ കാര്യം, പ്രകാശം വളരെ ദൂരം സഞ്ചരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള അബ്സോർപ്ഷനുകൾ സംഭവിച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഒരു വയറിലൂടെ പ്രകാശം കടത്തിവിട്ടാൽ പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു പ്രകാശത്തെ നമ്മളൊരു കുഴലിലൂടെ കയറ്റി കുഴലിനെ വളച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ എൻഡിൽ പ്രകാശം എത്തുമോ? ഇല്ല, കാരണം അത് ഏതെങ്കിലും കോർണറുകളിൽ തട്ടി അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ വളവുകളും തിരിവുകളും അഫക്റ്റ് ചെയ്യാത്ത, ഇൻറ്റൻസിറ്റി കുറഞ്ഞാൽ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സിഗ്നലുകൾക്ക് ഡിസ്റ്റോർഷൻ ഉണ്ടാകാതെ കൃത്യമായി അയക്കാൻ കഴിയുന്ന ഒരു മീഡിയം, ഒരു മാധ്യമമാണ് വേണ്ടത്. ഇതാണ് ഫൈബർ ഒപ്റ്റിക് കേബിളുകളുടെ പ്രത്യേകത. പ്രകാശം വളഞ്ഞു പതിക്കുന്ന സമയത്ത് പ്രകാശം പൂർണ്ണമായും റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഇൻറ്റേർണൽ സംവിധാനമാണ് സാധാരണ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾക്കകത്തുള്ളത്. ഇതിനെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നാണ് പൊതുവെ വിളിക്കുന്ന പേര്. ഇതിനെക്കുറിച്ച് നമ്മൾ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ കേട്ടിരിക്കും. അതായത് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയും. സാന്ദ്രത കുറഞ്ഞ മെറ്റീരിയലിൽ നിന്നും സാന്ദ്രത കൂടിയ മെറ്റീരിയലിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ അതിന് വ്യതിയാനമുണ്ടാകുന്ന റിഫ്രാക്ഷൻ എന്ന പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? റിഫ്രാക്ഷൻ എന്ന പ്രോസസ്സ് വളഞ്ഞു വീഴുന്ന പ്രകാശരശ്മികൾക്കാണ് പൊതുവെ ഉണ്ടാകാറുള്ളത്. ഈ വളവിൻ്റെ അല്ലെങ്കിൽ ഈ ആംഗിളിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഒരു പരിധി കഴിഞ്ഞ് ക്രിട്ടിക്കൽ ആംഗിൾ ഉണ്ടാവുകയും ആ ആംഗിളിന് മുകളിലായി കഴിഞ്ഞാൽ ഈ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും, പൂർണ്ണമായും പ്രതിഫലിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾക്കകത്ത് വ്യത്യസ്തമായ സാന്ദ്രതയിലുള്ള, ഡെൻസിറ്റിയിലുള്ള ലെയറുകളുണ്ട്. അതിന് തന്നെ പല ടൈപ്പുണ്ട്. സിംഗിൾ ലെയറുണ്ട്, മൾട്ടി ലെയറുണ്ട്. ഇതിനകത്ത് പ്രകാശം സഞ്ചരിക്കുന്ന സമയത്ത് ഏത് രീതിയിൽ വയർ വളച്ചാലും പ്രകാശം സൈഡുകളിലുള്ള സർഫസിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള മൂവ്മെൻറ്റാണ് ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾക്കകത്ത് സിഗ്നലുകൾ സഞ്ചരിക്കുന്ന രീതി. ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴുള്ള പ്രത്യേകത, ഏറെക്കുറെ ഓരോ റിഫ്ലക്ഷനിലും വളരെ കുറച്ച് എനർജിയെ ലോസ് ചെയ്യും. പരമാവധി എനർജി റീറ്റെയിൻ ചെയ്തുകൊണ്ട് അത് ഒരുപാട് ദൂരം സഞ്ചരിക്കും. പിന്നെ പ്രകാശവേഗത നിങ്ങൾക്കറിയാമല്ലോ, ഒരു സെക്കൻഡിൽ പ്രകാശത്തിന് 7 തവണയിലധികം ഭൂമിയെ ചുറ്റി വരാനുള്ള കഴിവുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിനകത്ത് പ്രകാശം കടത്തിവിട്ടാൽ വളരെ ചെറിയ സെക്കൻഡുകളുടെ പോലും ഡിലേ നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത രീതിയിൽ അത് സഞ്ചരിച്ചെത്തും. കാര്യം സിമ്പിളായി. പക്ഷേ ഇവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾക്കകത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ മുമ്പ് ഞാൻ പറഞ്ഞ പ്രതിഭാസം ഉപയോഗിച്ചുകൊണ്ട് പ്രകാശത്തെ കടത്തിവിട്ടാലും നമ്മൾ ഒരുപാട് ഡിസ്റ്റൻസ് സഞ്ചരിക്കുമ്പോൾ, അത് കരയിലൂടെ ആയാലും കടലിലൂടെ ആയാലും ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട്. ഈ കേബിളുകളെ സുരക്ഷിതമാക്കണം. ഒരുപാട് ദൂരം കൂടുമ്പോൾ ചിലപ്പോൾ പ്രകാശരശ്മികളുടെ ഇൻറ്റൻസിറ്റി കുറയാനും ഡിസ്റ്റോർട്ട് ആവാനും അത് ആംപ്ലിഫൈ ചെയ്യേണ്ട അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യകതയും ഒക്കെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾക്ക് മുകളിൽ ചെമ്പ് കൊണ്ടുള്ള കോട്ടിംഗ് ഉണ്ട്. ഈ കോട്ടിങ്ങിൻ്റെ സഹായത്തോടു കൂടി കേബിളിലൂടെ തന്നെ വൈദ്യുതി കൂടി കടത്തിവിടുകയും ഇത് പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബൂസ്റ്റർ വയ്ക്കുന്ന പോലെ ഇതിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും.
അപ്പോൾ വീണ്ടും ആ ലൈറ്റ് കുറച്ചുകൂടെ സ്ട്രോങ് ആവും. പിന്നെയും അത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ സജ്ജരായി മാറും. ഇങ്ങനെ വൈദ്യുതി കടത്തി വിടുന്ന ഒരു കോട്ടിങ് ഇതിന് ചുറ്റിലും ഉണ്ടാവും. അത് കഴിഞ്ഞൊരു സ്റ്റീൽ കോട്ടിംഗ് ഉണ്ടാവും പ്രൊട്ടക്ഷന് വേണ്ടി. അതിൻ്റെ ഏറ്റവും ഔട്ടർ ലെയറിലാണ് സാധാരണ പ്ലാസ്റ്റിക് കൊണ്ടുള്ള കോട്ടിംഗ് ഉണ്ടാവുക. ഇത് ബേസിക്കലി ഉള്ള 3-4 കോട്ടിങ്ങാണ്. ഇതിനേക്കാൾ കോട്ടിങ്ങുകളും ഇതിനേക്കാൾ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഫൈബർ കേബിളുകളുമാണ് സത്യത്തിൽ ഒരു വെല്ലായിട്ട് നമ്മൾ എടുത്തു വയ്ക്കുന്ന ഒരു ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിലുള്ളത്. ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് ഭയങ്കര സൈസുള്ള സാധനമൊന്നുമല്ല. വാട്ടർ സപ്ലൈക്ക് ഉപയോഗിക്കുന്ന പൈപ്പ് പോലെ വലിയ കറുത്ത പൈപ്പുകളൊന്നുമല്ല. പകരം 3-4 സെൻറ്റിമീറ്റർ വ്യാസം വരുന്ന വയറുകളാണ്. ഇവയെ കൃത്യമായി ഫാക്ടറിയിൽ നിർമ്മിച്ച് കപ്പലുകളിൽ ഇങ്ങനെ കറക്കിയൊക്കെ അടുക്കി വെച്ചതിന് ശേഷം കടലിലാണെങ്കിൽ കടലിൻ്റെ അടിത്തട്ടും മറ്റും കൃത്യമായി പരിശോധിക്കുന്നു. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കാൻ സാധ്യതയുള്ളതും ചരിവുള്ളതും ഭൂകമ്പം ഉണ്ടാകാനിടയുള്ളതും പവിഴപ്പുറ്റുകളുള്ളതും മറ്റ് കപ്പലുകളും ബോട്ടുകളും പോകുമ്പോൾ അതിൻ്റെ കൊളുത്ത് കയറിക്കൊള്ളാനും സാധ്യതയില്ലാത്ത, അധികം മറൈൻ അറ്റാക്ക് നടക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടാണ് പതിയെ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകളെ കടലിൻ്റെ അടിത്തട്ടിലേക്ക് നിക്ഷേപിക്കാറുള്ളത്. നമുക്കറിയാം കടലിൻ്റെ ആഴം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അതിനനുസരിച്ച് ഈ കേബിളുകൾക്ക് സ്ട്രെങ്തും ഉണ്ടാകും. അതിനനുസരിച്ചായിരിക്കും താഴ്ത്തിയിടുകയും ചെയ്യുക. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്റാർട്ടിക്ക ഒഴിച്ച് ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളെയും ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. അത് ചെറിയ ചില തടാകങ്ങൾക്കിടയിലൂടെ തുടങ്ങി പസഫിക് സമുദ്രം എൻറ്റയർലി കണക്ട് ചെയ്യുന്ന രീതിയിലും യൂറോപ്പിനെയും അമേരിക്കയും കണക്ട് ചെയ്ത അറ്റ്ലാന്റിക് സമുദ്രത്തിന് എക്രോസ് ആയിട്ടും പലതരത്തിലുള്ള ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവ പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇത് പല കമ്പനികൾ ചേർന്നുകൊണ്ട് സ്ഥാപിച്ചിട്ടുള്ളതുമാണ്. ഒരു സമയം വരെ ഈ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകളുടെ 30% ഓൺ ചെയ്തിരുന്നത് ടാറ്റ ഗ്രൂപ്പായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള ഡാറ്റ ലഭ്യമല്ല. കാരണം ഇപ്പോഴുള്ള ടെക്നോളജിക്കൽ ഭീമന്മാരായിട്ടുള്ള മൈക്രോസോഫ്റ്റും ആമസോണും മെറ്റയും ഗൂഗിളും ഒക്കെ തന്നെ അവരുടെ രീതിയിൽ പല കമ്പനികളുമായി സഹകരിച്ചുകൊണ്ട് ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ പല ഭാഗത്തും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ഭൂമിക്ക് 40,000 കിലോമീറ്ററിൻ്റെ ചുറ്റളവേ ഉള്ളൂ. പക്ഷേ ലോകത്തുള്ള മൊത്തം ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ കോടിക്കണക്കിന് കിലോമീറ്റർ വരും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ആരെങ്കിലും ഓൺ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കമ്പനികൾ ഹെവിലി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നതല്ല, അത് ഡാറ്റയുടെ ഒഴുക്കാണ്. ആ ഒഴുക്ക് കൃത്യമായി സംഭവിക്കാനാണ് നമ്മൾ കമ്പനികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ നെറ്റ്വർക്കിംഗ് കമ്പനികൾക്ക് പൈസ കൊടുക്കുന്നത്. ഇൻ്റർനെറ്റ് ടെക്നിക്കലി ഇൻഫർമേഷൻ്റെ ഫ്ലോ മാത്രമാണ്. അത് ആക്ച്വലി ആരും കൺട്രോൾ ചെയ്യുന്നൊരു സാധനമല്ല, അതിങ്ങനെ നടക്കുന്ന സാധനമാണ്. ഈ കേബിളുകൾ പൊട്ടിക്കഴിഞ്ഞാൽ ഒരിടത്തുനിന്ന് മറ്റിടത്തേക്ക് പോകുന്ന ഇൻഫർമേഷൻ ബ്രേക്കാകും എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ ഡാറ്റാ സെൻറ്ററുകളുമായിട്ടുള്ള കണക്ഷൻ, അതായത് നമ്മുടെ ഈ ഇൻഫർമേഷനുകൾ സ്റ്റോർ ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് കമ്പ്യൂട്ടറുകളും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും സാധനങ്ങളും അടങ്ങിയതാണ് ഡാറ്റാ സെൻറ്ററുകൾ എന്ന് പറയുന്നത്. ഈ ഡാറ്റാ സെൻറ്ററുകൾ കൃത്യമായി കൂൾ ചെയ്യേണ്ട ആവശ്യകത ഉള്ളതുകൊണ്ട് മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള പല കമ്പനികളും കടലിനടിയിലും മഞ്ഞിനോട് ചേർന്ന പ്രദേശങ്ങളിലും ഡാറ്റാ സെൻറ്ററുകൾ സ്ഥാപിക്കുകയും അവിടെ ഇവരുടെ ഡാറ്റ പ്രോസസ്സ് ചെയ്യുകയും ചെയ്യാറുണ്ട് എന്ന പ്രത്യേകതയും ഉണ്ട്. അതായത് ലോകത്തിലെ എല്ലാ ഭാഗത്തെയും കണക്ട് ചെയ്തിരിക്കുന്നതും, നിങ്ങൾ ഈ വീഡിയോ എൻ്റെത് കാണുമ്പോൾ അത് ബാംഗ്ലൂരിലെ യൂട്യൂബിൻ്റെ ഡാറ്റാബേസിലല്ലാതെ വല്ല അമേരിക്കയിലോ യൂറോപ്പിലോ ആണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ മിക്കവാറും അത് കടലിനടിയിലൂടെ സഞ്ചരിച്ച് വരുന്നുണ്ടായിരിക്കാം എന്നതാണ് വാസ്തവം. പിന്നെ കൃത്യമായി ഈ ഡാറ്റാ കേബിളുകൾ ഇടുന്ന കമ്പനികൾക്ക് ഇതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും മനുഷ്യനില്ലാത്ത വാഹനങ്ങളുടെ സഹായത്തോടു കൂടി ഇതിനെ പഠിക്കാനും കംപ്ലൈൻറ്റ് വന്ന സ്ഥലങ്ങൾ കട്ട് ചെയ്ത് ഒട്ടിക്കാനും കഴിയുന്ന പലതരത്തിലുള്ള മെത്തേഡുകൾ സ്റ്റിൽ അവൈലബിൾ ആണ്. എങ്കിലും വൾണറബിലിറ്റീസ് ഒരുപാടുണ്ട്. ഒന്ന്, സ്രാവ് പോലെയുള്ള ജീവജാലങ്ങൾക്ക് വെള്ളത്തിലൂടെ പോകുന്ന സമയത്ത് ഇതിൻ്റെ ചെമ്പ് കോട്ടിങ്ങിലും മറ്റുമുള്ള വൈദ്യുതിയുടെ സാന്നിധ്യം മൂലം ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഡിസ്റ്റർബൻസ് ഉണ്ടായി ഇത് കടിച്ചു മുറിക്കാനുള്ള സാധ്യതയുണ്ട്. ഭൂകമ്പമോ മണ്ണിടിച്ചിലോ ഉണ്ടായാൽ ഇത് കടലിനടിയിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് മണ്ണ് മൂടി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. മനുഷ്യൻ തന്നെ കട്ട് ചെയ്യാനോ ഹാക്ക് ചെയ്യാനോ ഉള്ള സാധ്യതയും നാച്ചുറലായിട്ടുള്ള ഒരു ഡീഗ്രഡേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും ഉൾപ്പെടെ കടലിലൂടെ കിടക്കുന്ന ഡാറ്റാ കേബിളുകൾക്ക് വെല്ലുവിളികളേറെയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സ്പേസിൽ നിന്നുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൂടാ? സ്പേസ് എക്സ് നമുക്കിപ്പോൾ ഇൻ്റർനെറ്റ് തരാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യം നിങ്ങൾക്കുണ്ടായിരിക്കാം. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ തന്നെ വീട്ടിൽ ടെലിവിഷൻ കിട്ടുന്നത് ഒരു വൺ വേ പ്രോസസ്സാണ്. എല്ലാ ചാനലുകളും നമ്മുടെ ഡിഷിലേക്ക് വരുന്നു, നമ്മളത് കാണുന്നു. ക്രിക്കറ്റ് നമ്മൾ ലൈവായിട്ട് കാണുന്നു. നമ്മൾ തിരിച്ച് അതിലേക്ക് സിഗ്നലുകൾ അയക്കാറുണ്ടോ? ചില ഇൻസ്ട്രക്ഷനുകൾ റിമോട്ട് വെച്ച് കൊടുക്കാറുണ്ട് എന്നുള്ളതല്ലാതെ നമ്മൾ ഇവിടെ നിന്നൊന്നും അപ്ലോഡ് ചെയ്യാറില്ല. സോ 10-35,000 കിലോമീറ്റർ മുകളിൽ ഭൂമിയുടെ ഒരു ഭ്രമണപഥമുണ്ട്. ഭൂമിയുടെ എന്ന് പറയാൻ ഭൂമിക്ക് ചുറ്റും. ഈ ഭ്രമണപഥത്തിൽ നമ്മൾ വിക്ഷേപിക്കുന്ന ഇൻസാറ്റ് സാറ്റലൈറ്റുകൾ പോലെയുള്ള ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലുള്ള സാറ്റലൈറ്റുകൾ ഭൂമിയുടെ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്നുകൊണ്ട് അങ്ങോട്ട് തന്നെ സിഗ്നൽ അയക്കാൻ കഴിവുള്ളവയാണ്. കാരണം അത് ഭൂമിയെ ചുറ്റുന്ന വേഗതയും നമ്മുടെ ഭൂമി സ്വയം കറങ്ങുന്ന വേഗതയും തുല്യമായതുകൊണ്ട് അത് ഒരേ ലൊക്കേഷനിൽ തന്നെ നിൽക്കും. എന്നാൽ അത്രയും കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് വരുന്ന സിഗ്നലിന് ഡിലേ ഉണ്ടാകും. 600 മില്ലി സെക്കൻഡിൻ്റെ ഡിലേ വരെ ഉണ്ടാകാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. ഭൂമിയെ ഒരു ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ ഒരു തവണ വലം വെച്ച് വരാൻ 40,000 കിലോമീറ്റർ മാത്രമേ എടുക്കൂ, അതായത് ഭൂമിയുടെ ചുറ്റളവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ നേരെ അപ്പുറത്ത് ഭാഗത്തുള്ള, ഇപ്പോൾ അമേരിക്കയിലേക്ക് എത്താൻ
ഏകദേശം ശരാശരി 20,000-25,000 കിലോമീറ്റർ നീളമുള്ള ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ മതി എന്ന് വിചാരിച്ചാലും നമ്മളിവിടെ നിന്നൊരു സിഗ്നൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിലേക്ക് എത്തിക്കാൻ 35,000 കിലോമീറ്റർ ഈ സിഗ്നൽ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കണം എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത്രത്തോളം സ്ട്രോങ് ആയിരിക്കണം അപ്പ് ലിങ്കും ഡൗൺ ലിങ്കും. അതുകൊണ്ടാണ് സ്പേസ് എക്സ് ഇത്രയും കിലോമീറ്റർ മുകളിൽ പോകാതെ ഏകദേശം ലോ എർത്ത് ഓർബിറ്റിൽ ശക്തമായ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന 10,000 സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചിട്ട് അവയെ ലേസറിലൂടെ കണക്ട് ചെയ്ത് നമ്മുടെ സ്റ്റാർലിങ്ക് പദ്ധതി വഴി ഇൻ്റർനെറ്റ് ബ്രോഡ്ബാൻഡായി തരാൻ ശ്രമിക്കുന്നത്. അവിടെ ഒരു പർട്ടിക്കുലർ സാറ്റലൈറ്റ് അല്ല നമ്മുടെ സ്റ്റാർലിങ്കുമായിട്ട് കണക്റ്റ് ആവുന്നത്. ഒരു സാറ്റലൈറ്റ് കണക്റ്റ് ആവും, അത് കുറച്ച് നേരം നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിലുണ്ടായിരിക്കും. അതിൻ്റെ ലൊക്കേഷൻ മാറുമ്പോൾ അത് അടുത്ത സാറ്റലൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും. പക്ഷേ നമ്മുടെ ഡാറ്റയ്ക്ക് വലിയ ഇൻട്രപ്ഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അത് അത്രത്തോളം ചിലവേറിയതും ഈ ഉപഗ്രഹങ്ങൾക്ക് 5-6 വർഷത്തെ പഴക്കം മാത്രമുള്ളതും അത് പുതിയതായിട്ട് എത്തിക്കാൻ വേണ്ടി റോക്കറ്റ്, ഫ്യൂവല്, മറ്റ് ചിലവുകൾ എന്നിവയുണ്ട്. സോളാർ ഫ്ലെയർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും സാറ്റലൈറ്റ് ടെക്നോളജിയെ ബാധിക്കും. 10-12,000 സാറ്റലൈറ്റ് ഒരു കമ്പനി മാത്രം വിക്ഷേപിച്ച് ഇൻ്റർനെറ്റ് തന്നാൽ എല്ലാ കമ്പനികളോട് ഇതിനും മുതിർന്നാൽ എങ്ങനെയിരിക്കും നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷം? അതുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾക്ക് ഈ 5-6 വർഷത്തെ സാറ്റലൈറ്റുകൾക്ക് പകരം 25 വർഷത്തോളമുള്ള ലൈഫ് ടൈമും റിപ്പയർ ചെയ്യാൻ പറ്റാത്ത സാറ്റലൈറ്റുകളുടെ സ്ഥാനത്ത് കൃത്യമായി പോയി റിപ്പയർ ചെയ്യാൻ പറ്റുന്ന സംവിധാനവും നിലവിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ ഇത് കട്ടായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇൻ്റർനെറ്റിന് ലഭ്യത കുറവുണ്ടാവും. 2018 മെഡിറ്ററേനിയൻ കടലിൽ സംഭവിച്ച ഒരു കട്ടിങ് അത് ആരെങ്കിലും ചെയ്തതാണോ നാച്ചുറലി കട്ടായാണെന്നറിയില്ല. അതിൻ്റെ ഫലമായിട്ട് ആഫ്രിക്കയിലും ഇന്ത്യയിലുമൊക്കെ തന്നെ വലിയ തോതിൽ ഇൻ്റർനെറ്റിന് തടസ്സം വന്നിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ ഇൻസ്റ്റാൾ ചെയ്യാനാണ് പല കമ്പനികളും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ സ്റ്റിൽ അതൊരു മെജോറിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. എങ്കിലും ബെറ്റർ ആയിട്ടുള്ള സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വഴി പ്രശ്നങ്ങളെ മറികടന്ന് ഡിലേ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ കൊണ്ടുവരാൻ ഈ സ്റ്റാർലിങ്ക് ചെയ്തതുപോലെ പല കമ്പനികളും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഭാരതി എയർടെൽ വൺ വെബ് എന്ന് പറയുന്ന ഒരു രീതിയിൽ പലതും ശ്രമിക്കുന്നുണ്ട്. സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് തരാൻ ശ്രമിക്കുന്നുണ്ട്. ജിയോ ശ്രമിക്കുന്നുണ്ട്. ആമസോൺ ശ്രമിക്കുന്നുണ്ട്. ചൈന സ്വന്തമായി വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ സ്പേസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻ്റർനെറ്റ് വരുമ്പോൾ ചിലപ്പോൾ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പെർസെൻറ്റേജ് കുറയും. പക്ഷേ സ്റ്റിൽ ഏറ്റവും റിലയബിൾ ആയതും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയുന്നതും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതുമായ ഫാസ്റ്റസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്ന സിഗ്നലുകളെ പ്രോസസ്സ് ചെയ്യുന്ന ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ തന്നെയാണ്. ഈ ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകൾ റിപ്പീറ്ററുകളും ആംപ്ലിഫയർ ഉപയോഗിച്ചുകൊണ്ട് ആംപ്ലിഫൈ ചെയ്യുകയും പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം ഡാറ്റകൾ പ്രോസസ്സ് ചെയ്യാൻ ഡാറ്റാ സെൻറ്റേഴ്സ് കടലിലോ മഞ്ഞുള്ള പ്രദേശത്തോ ഒക്കെ കൊണ്ടുവച്ചുകൊണ്ട് പല കമ്പനികളും ചിലവ് കുറച്ച് ലാഭമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും ഇതാണ് ഫൈബർ ഒപ്റ്റിക്കൽ കേബിളുകളുടെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ടെക്നിക്കലി നീട്ടി വലിച്ച് പറഞ്ഞില്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ പോലും കടലിനടിയിലൂടെ ഒരുപാട് ഡാറ്റ JR സ്റ്റുഡിയോ നമ്മുടെ വീഡിയോയുടെ ഡാറ്റാ സിഗ്നലുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നും അത് പ്രകാശ വേഗതയിൽ പ്രോസസ്സ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിലേക്ക് എത്തുകയും അത് ടവറിൽ നിന്ന് നമ്മുടെ ഫോണിലേക്ക് എത്തുന്നത് വരെ മാത്രമാണ് വയർലെസ് ആയിട്ടുള്ളത്. ബാക്കി 90% വയേർഡ് ആയിട്ടുള്ള കണക്ഷനാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.